ക്ലസ്റ്റേഴ്സ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ക്ലസ്റ്റർ എന്താണ്? ക്ലസ്റ്റർ ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയാം അല്ലെ. ഇപ്പൊ നമ്മൾ നോർമലി നമ്മുടെ ഒരു നമ്മുടെ ഏരിയനെ നമ്മൾ വാർഡ് ആക്കാറുണ്ട് അല്ലെ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് നമ്മൾ വാർഡ് എന്ന് പറയും. ദെൻ ഒരുപാട് വാർഡുകൾ കൂടി ചേർന്നിട്ടോ അല്ലെങ്കിൽ അത് ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയോ ആയി മാറാറുണ്ട്. ദെൻ കുറെ മുനിസിപ്പാലിറ്റികൾ കൂടി ചേർന്ന് എന്താവും ഒരു എന്താ പറയാ ഒരു ജില്ല ഡിസ്ട്രിക്റ്റ് ആവും. അങ്ങനെ 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 പോവാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഈ വാർഡിന്റെ ഒരു കോമ്പിനേഷൻ അതിനെന്താ പറയാ? ക്ലസ്റ്റേഴ്സ് എന്നാണ് പറയാ. അതായത് കുറച്ച് കൂട്ടങ്ങളുടെ ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയാം. അതേപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തും ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് പാരലൽ സിസ്റ്റത്തിലാണ് നമ്മൾ ക്ലസ്റ്റർ യൂസ് ചെയ്യുന്നത്. ആർ സിമിലർ ടു പാരലൽ സിസ്റ്റം ആസ് ദേ ഹാവ് ബോത്ത് മൾട്ടിപ്പിൾ CPUs. ഇതില് ഇപ്പൊ ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സ്, ഇപ്പൊ ഇതാ ഈ 3 കമ്പ്യൂട്ടേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെ. ഈ 3 കമ്പ്യൂട്ടേഴ്സും ഒരു കോമൺ മെമ്മറിനെ ഷെയർ ചെയ്യുന്നുണ്ട്, ഒരു കോമൺ റിസോഴ്സിനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഹാവ് മൾട്ടിപ്പിൾ CPUs, മൂന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള CPUസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഒരു കോമൺ സ്റ്റോറേജ് ഏരിയ എന്നും കൂടി ഉണ്ട്. However, a major difference is that cluster system are created by 2 or more individual computer system merged together. രണ്ടിലധികം സിസ്റ്റത്തിനെ മെർജ് ചെയ്ത് ഒന്നാക്കി വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി ദേ ഹാവ് ഇൻഡിപെൻഡന്റ് കമ്പ്യൂട്ടർ സിസ്റ്റം വിത്ത് എ കോമൺ സ്റ്റോറേജ് ആൻഡ് ദ സിസ്റ്റം വർക്ക്സ് ടുഗദർ. കോമൺ സ്റ്റോറേജും ഒക്കെ ഉള്ള ഈ 3 സിസ്റ്റം, ഇപ്പൊ ഇവിടെ കാണിച്ചതിൽ 3 സിസ്റ്റം ആണുള്ളത്. 3 സിസ്റ്റം തമ്മിൽ കോമൺ സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നു, പക്ഷെ വർക്ക് ടുഗദർ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നു. ദ ക്ലസ്റ്റർ system are a combinations of hardware clusters and software clusters. The hardware clusters helps in sharing of high performance disk between the systems, and the software clusters makes all the systems work together. ഹാർഡ്വെയർ ക്ലസ്റ്റർ എന്ത് ചെയ്യുന്നു? ഷെയറിംഗ് ഓഫ് ഹൈ പെർഫോമൻസ് ഡിസ്ക്, മെമ്മറിനെ ഷെയർ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹാർഡ്വെയർ ക്ലസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നു. അതേപോലെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ക്ലസ്റ്റേഴ്സും യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലസ്റ്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. Then clustering is the process of sharing the computation task among multiple computers and those computers or machines from the cluster. ദെൻ ഒരു ക്ലസ്റ്ററിലുള്ള മൾട്ടിപ്പിൾ ഡിവൈസസ് തമ്മിൽ ഡാറ്റാസിനെ കണക്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് വർക്ക്സ് ഓൺ ദി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം വിത്ത് നെറ്റ്വർക്ക് ത്രൂ ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. സെവറൽ ടൈപ്സ് ഓഫ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ആർ യൂസ്ഡ് ബേസ്ഡ് അപ്പോൺ ദി ബിസിനസ് ഇംപ്ലിമെന്റേഷൻ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരുപാട് ടൈപ്സ് ഓഫ് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ, ആർക്കിടെക്ചറൽ preference such as load balancing clusters, high availability clusters and high performance clusters. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലസ്റ്റേഴ്സ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ക്ലസ്റ്റേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ദെൻ സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ആർ പ്രോസസ്സിംഗ് സ്പീഡ് കൂട്ടാം, കോസ്റ്റ് എഫിഷ്യൻസിനെ കുറയ്ക്കാം, സ്കേലബിലിറ്റി, ഹൈ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. സം ഓഫ് ദ പോപ്പുലർ ഇംപ്ലിമെന്റേഷൻസ് ഓഫ് ക്ലസ്റ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ നോക്കുക ഗൂഗിളിലെ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ക്ലസ്റ്ററിന് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ എർത്ത് സിമുലേഷൻ, പെട്രോളിയം റിസർവോയർ സിമുലേഷൻ ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ക്ലസ്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലസ്റ്റേഴ്സ് എന്താന്നുള്ളത് നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലസ്റ്റേഴ്സിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് അതിനെ മാറ്റാന്ന് പറഞ്ഞു. ഒന്ന് ലോഡ് ബാലൻസിങ് ക്ലസ്റ്റർ. ലോഡ് ബാലൻസിങ്, വർക്ക് ലോഡിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലസ്റ്റർ ആക്കാം. ഹിയർ വർക്ക് ലോഡ് ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് മൾട്ടിപ്പിൾ ഇൻസ്റ്റാൾഡ് സെർവേഴ്സ് ഇൻ ദ ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ക്ലസ്റ്റർ നെറ്റ്വർക്കിലുള്ള ഡിഫറെന്റ് ഡിവൈസസുകൾക്ക് വർക്ക് ലോഡിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് ലോഡ് ബാലൻസിങ് ക്ലസ്റ്റർ എന്നുള്ള കോൺസെപ്റ്റിനെ
ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Then high availability cluster, a group of clusters which ensure the maintain very high availability. High availability എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് റിപ്ലൈ പ്രൊവൈഡ് ചെയ്ത് തരുന്നു. അതാണ് ഹൈ അവൈലബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Then from these systems are considered to be very much reliable and may not face a downtime even possible on any instance. And high performance clusters ഉണ്ട്. High performance clusters എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്കിംഗ് static uses supercomputers and clusters computing to resolve the complex and highly advanced computation problems. Highly advanced computation problems ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ ഹൈ പെർഫോമൻസ് HP ക്ലസ്റ്റേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹൈ പെർഫോമൻസ് ക്ലസ്റ്റേഴ്സ് ആണ്. അതേപോലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് റിപ്ലൈ വരേണ്ട കേസിലാണെന്നുണ്ടെങ്കിൽ ഹൈ അവൈലബിലിറ്റി HA ക്ലസ്റ്റേഴ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസസ്സിംഗ് സ്പീഡിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് എക്സ്പാൻഡബിലിറ്റി, നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ഹൈ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസിനെ ഈസി ആയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ള കേസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദെൻ ഇനി ഇത്രയാണ് ക്ലസ്റ്റേഴ്സ്.